ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ മച്ചു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരാൾ പെട്ടിയിലൊക്കെ അങ്ങനെ വരുന്നത്, പെട്ടിയോണ്ടൊക്കെ വരുന്നത് കാണുന്നത്. അതുകൊണ്ട് അവനപ്പോൾ കയറിയിരുന്നതായിരുന്നു കേട്ടോ പെട്ടിമേ. അപ്പോൾ മോനുവിനൊന്നും അടുക്കാൻ തീരെ അയക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ചു. എനിക്കറിയാം പെട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന്, കാരണം വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വെറുതെ അതൊരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 2 പാവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മോനുവിൻ്റെയാണ് കേട്ടോ. മോന് ചെറുപ്പം മുതലേ കളിച്ചിട്ടുണ്ടായിരുന്നേന്നു. ഇപ്പോൾ മോന് വലുതായപ്പോൾ ഞങ്ങൾ അവിടെ ഇട്ട് പോകുന്നതാണ് അത് നാട്ടിൽ. അപ്പോൾ വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് മച്ചത് കണ്ടിരുന്ന സമയത്ത് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിച്ചതാണ്. പിന്നെ കുറച്ച് കാപ്പിപ്പൊടി കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തണുപ്പ് കാരണം ജലദോഷം എല്ലാം വരുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചുക്കാപ്പി കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം മിഠായി ഐറ്റംസ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐസ് കേക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐസ് കേക്ക് കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു, പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അലുവ ഒരുപാട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് മീൻസ് ഒരു 4-5 കിലോ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 2 ഞങ്ങൾക്കുള്ളതും ബാക്കി 2 പുറത്ത് കൊടുക്കാനുള്ളതും കേട്ടോ. ഞങ്ങൾക്ക് കറുത്തല് വേണം കേട്ടോ ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചോപ്പ് കിട്ടിയാൽ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ മെയിനായിട്ട് കറുപ്പാണ് കേട്ടോ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചക്കവത്തൽ, അതുപോലെ തന്നെ കായവത്തൽ, മിക്സർ, പിന്നെ കുട്ടികൾക്ക് ചെറിയരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയരി അവർക്ക് മച്ചുവിന് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവന് ഈ ചോറ് അതുപോലെ ചപ്പാത്തി, പൂരി അങ്ങനത്തെയൊക്കെ കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയരി കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഇന്നലെ മറക്കാൻ പാടില്ല. നാട്ടിലൊക്കെ പോയാൽ നമുക്ക് ചോറ് തന്നെയാണല്ലേ തിന്നേണ്ടി വരൂലേ. അപ്പോൾ നമ്മൾ അത് കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ പെട്ടിയിലുള്ള സാധനങ്ങൾ അപ്പം തന്നെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഇമ്മിക്കരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ പല്ലൊക്കെ വെളുത്തിട്ട് പാറാൻ വേണ്ടിയിട്ട്. പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മിക്സർ തന്നെയാണ് കേട്ടോ അതും. അപ്പോൾ അത് കടയിൽ നിന്ന് അപ്പോൾ നമുക്ക് ചെപ്പശ്ശേരിൻ്റെ ഒരു കടയിലുണ്ട്, അവിടെ അപ്പക്കപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പക്കപ്പം മീൻസ് ഉണ്ടാക്കുന്നൊരു സ്ഥലം, അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മിക്സറായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ ഉണക്കമീൻ കൊണ്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെളിച്ചെണ്ണ കൊണ്ടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ കിട്ടും കേട്ടോ, പക്ഷേ വെളിച്ചെണ്ണ അത്ര നല്ലതായില്ല, അത്ര നല്ലത് കിട്ടൂല. അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ കൊണ്ടിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ വന്ന സമയത്ത് AC-ലാണ് കേട്ടോ. ഇപ്പോൾ ഒരു AC ടിക്കറ്റാണ്. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണക്കമീനായിട്ടോ കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കമീൻ ഇവിടെ കിട്ടും, പക്ഷേ നമ്മുടെ മാന്തൾ, മുള്ളന്, സ്രാവ് അങ്ങനെയുള്ളതൊന്നും കിട്ടൂല കേട്ടോ. ഇവിടുത്തെ ഉണക്കമീൻ ഉണ്ട്, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ 7 അയലത്തൂടെ നമ്മൾ പോകില്ല. ഞങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഉണക്കമീൻ മേടിച്ചിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത്. പിന്നെ ഞങ്ങൾ മാന്തൾ, അതുപോലെ തന്നെ സ്രാവ്, മുള്ളനൊക്കെ കേട്ടോ കൊണ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് തോനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നനഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കിനിഞ്ഞ് പുറത്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ നേരാക്കി വെച്ചു, കാരണം ഉണക്കമീൻ കേട് വന്ന ഒരു ചോപ്പ് നിറായി കഴിഞ്ഞാൽ കഴിക്കാൻ വല്ല ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ വേറെ ആർക്കെങ്കിലും ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അവർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അലുവ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലുവ അത്ര വലിയ കമ്പമൊന്നും കുട്ടികൾക്കില്ല, അതുകൊണ്ട് അലുവയൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അലുവ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വിചാരിച്ചത് വേറെ ആയിരുന്നു. ഇങ്ങനെ ഒരു ആടുന്ന ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതില്ല, അതാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അങ്ങനെ സോഫ്റ്റ് ആയിരുന്നില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളെ ഫോണിൽ വരുള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.